ഡിയർ സ്റ്റുഡൻസ്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള റിവിഷൻ ക്ലാസ്സസ് ആണ്. നമ്മൾ ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് ലോസ് എന്ന സബ്ജക്റ്റാണ് ഇന്ന് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പോകുന്നത്. സോ ശ്രദ്ധിച്ച് കേൾക്കുക, നമുക്ക് പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു മെർക്കൻറ്റൈൽ ലോ. Mercantile law. എന്താണ് mercantile law? Mercantile law may be defined as the branch of law which prescribes a set of rules for the governance of certain transactions and relations between business persons themselves, business persons and their customers, dealers, suppliers and etc. and business persons and the state. ഓക്കെ, മെർക്കൻറ്റൈൽ ലോ എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് എഴുതി വെക്കാം. എന്ത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആൻഡ് റിലേഷൻഷിപ്സൊക്കെ ഗവേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് ലോ ആണ് മെർക്കൻറ്റൈൽ ലോ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് എഴുതി വെക്കുക, ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്യുക. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് സിവിൽ ലോ. അതായത് സിവിൽ ലോൻ്റെ ഒരു പാർട്ടാണ് എന്നുള്ളത്. ഇറ്റ് ഫോംസ് ദ ലീഗൽ സ്ട്രക്ചർ, ലീഗൽ ഫ്രെയിം വർക്ക് ഫോർ ദ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ലീഗൽ ഫ്രെയിം വർക്ക്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അടങ്ങുന്ന ലീഗൽ ഫ്രെയിം വർക്ക് ഫോം ചെയ്തത് ഈ മെർക്കൻറ്റൈൽ ലോ ആണ്. ഇറ്റ് മാനേജ് ബിസിനസ് ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുന്നത്. ഇറ്റ് സെറ്റ്സ് റൂൾസ് ഫോർ കോൺട്രാക്ട്സ്. അതായത് ഏത് രീതിയിലാണ് ബിസിനസ് ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുന്നത്? ഇത് കോൺട്രാക്ട്സിന് വേണ്ടിയിട്ട്, പാർട്ണർഷിപ്പിന് വേണ്ടിയിട്ട്, കോർപ്പറേഷന്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇൻഷുറൻസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് സെറ്റ് ഓഫ് റൂൾസ് ഒക്കെ സെറ്റ് ചെയ്തത് ആരാ? മെർക്കൻറ്റൈൽ ലോ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യൻ മെർക്കൻറ്റൈൽ ലോനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഇംഗ്ലീഷ് ലോ ആണ്. അതായത് ഒട്ടുമിക്ക പ്രിൻസിപ്പിളും ഇംഗ്ലീഷ് മെർക്കൻറ്റൈൽ ലോയിൽ നിന്നും അഡാപ്റ്റ് ചെയ്തതാണ്, കടമെടുത്തതാണ്. ഇന്ത്യയുടെ സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻസിനോട് മാച്ച് ആവാൻ വേണ്ടിയിട്ട് ചില ലോസ്, ചില പ്രിൻസിപ്പിൾസ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി മെയിൻ സോഴ്സസ് ഓഫ് മെർക്കൻറ്റൈൽ ലോ ഇൻ ഇന്ത്യ ആർ ആസ് ഫോളോസ്. ഇത് ജസ്റ്റ് നോക്കി വെക്കുക. നമ്മൾ എവിടെ നിന്നൊക്കെയാണ് ഇന്ത്യൻ മെർക്കൻറ്റൈൽ ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എവിടെ നിന്നൊക്കെയാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് കടമെടുത്തിട്ടുള്ളത്? സോഴ്സസ് ഓഫ് മെർക്കൻറ്റൈൽ ലോ ഇൻ ഇന്ത്യ ആർ ആസ് ഫോളോസ്. ഇംഗ്ലീഷ് മെർക്കൻറ്റൈൽ ലോ, ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ട് ലോ, ജുഡീഷ്യൽ ഡിസിഷൻസ്, കസ്റ്റംസ് ആൻഡ് യൂസേജസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ലോസ് ഓഫ് കോൺട്രാക്റ്റ് നോക്കാം. ലോസ് ഓഫ് കോൺട്രാക്റ്റ് എന്താണ്? കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ഒരു ലീഗൽ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസാണ് ഈ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ അറിയാതെയൊക്കെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഓട്ടോ വിളിക്കുകയാണെങ്കിൽ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയതിന് ശേഷം നമ്മൾ അവർക്ക് പൈസ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതൊരു അഗ്രിമെൻ്റാണ്. പക്ഷേ നമ്മൾ അറിയാതെ സംഭവിക്കുന്ന ഒരു അഗ്രിമെൻ്റാണ്. ഓക്കെ, അതുപോലെ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് ഓർഡർ ചെയ്യുന്നു, ഫുഡ് കഴിച്ചതിന് ശേഷം ബില്ല് പേ ചെയ്യുന്നു, ഇതൊരു കോൺട്രാക്റ്റാണ്. അതുപോലെ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുക്കുന്നത്, ഓക്കെ, അതൊരു കോൺട്രാക്റ്റാണ്. ബുക്ക് എടുത്തതിന് ശേഷം തിരിച്ചു വെക്കും എന്ന കണ്ടീഷനോടുകൂടി, അഗ്രിമെൻറ്റോട് കൂടിയാണ് നമ്മൾ ബുക്ക് എടുക്കുക. പക്ഷെ അവിടെ അത് പറയുന്നില്ല എന്നേ ഉള്ളൂ. കാരണം ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്താൽ തിരിച്ചു വെക്കണം, അത് ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ ആ ഒരു ബുക്ക് റിട്ടേൺ കൊടുക്കുന്നതോടുകൂടി ആ ഒരു കോൺട്രാക്റ്റ് അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, ആസ് ദിസ് അഗ്രിമെൻറ്റ് സാറ്റിസ്ഫൈസ് ആൾ ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്ട് വിച്ച് വി വിൽ സ്റ്റഡി ലേറ്റർ, ഇറ്റ് ബിക്കംസ് എൻഫോഴ്സബിൾ ഇൻ എ കോർട്ട് ഓഫ് ലോ. ദിസ് ഈസ് കോൾഡ് എ കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അഗ്രിമെൻ്റാണ്, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്ത്? എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റിന് വേണ്ടി എസെൻഷ്യൽ എലമെൻറ്റ്സ്, ഓക്കെ, അത് നമ്മളെ ബുക്കിലില്ല. എസെൻഷ്യൽ എലമെൻറ്റ്സ് ഉണ്ട് കോൺട്രാക്റ്റ് നടപ്പിലാവാൻ വേണ്ടിയിട്ട്. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു അഗ്രിമെൻറ്റ്, ആ ഒരു അഗ്രിമെൻറ്റ് കോർട്ട് ഓഫ് ലോയിൽ നിയമപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആ ഒരു എഗ്രിമെൻ്റാണ്
കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ലോ റിലേറ്റിംഗ് ടു കോൺട്രാക്ട് ഈസ് ഗവേൺഡ് ബൈ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ സെപ്റ്റംബർ 1, 1872. ഓക്കെ, ഈ ഇന്ത്യൻ കോൺട്രാക്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 എന്നുള്ളത് പോയിൻ്റ് ഔട്ട് ചെയ്ത് എഴുതട്ടോ. ഓക്കെ, അത് ബൈ ഹാർട്ടാക്കി വെക്കുക. ദ ലോ റിലേറ്റിംഗ് ടു കോൺട്രാക്റ്റ്, ഈ കോൺട്രാക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലോ ഗവേൺഡ് ബൈ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872. ഓക്കെ, ഇപ്പം ഡിഫൈൻ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അവിടെ എഴുതി വെക്കുക, പേപ്പറിൽ എഴുതി വെക്കുക അക്കോർഡിംഗ് ടു സെക്ഷൻ 2H. അതായത് ഇത് ലോ ആണല്ലോ സബ്ജക്റ്റ്, അപ്പം ഈ സെക്ഷൻസ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് പെട്ടെന്ന് മാർക്ക് വെക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെ എഴുതുക, അക്കോർഡിംഗ് ടു സെക്ഷൻ 2H ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ആൻ അഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ ബൈ ലോ ഈസ് എ കോൺട്രാക്റ്റ്. ഓക്കെ, നിയമപരമായിട്ട് നടപ്പിലാക്കുന്ന ഒരു അഗ്രിമെൻ്റാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, കോൺട്രാക്ട് ഈസ് ഈക്വൽ ടു അഗ്രിമെൻറ്റ്, ഒരു അഗ്രിമെൻറ്റ് മാത്രമല്ല പ്ലസ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ. ഇതൊക്കെ പോയിൻ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്ക് പേപ്പർ നോക്കാനും സിമ്പിളാണ്. സോ പെട്ടെന്ന് നമുക്ക് മാർക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് അഗ്രിമെൻറ്റ്. നമ്മൾ പറഞ്ഞു കോൺട്രാക്റ്റ് ഒരു അഗ്രിമെൻ്റ് ആണ് എന്ന്, പക്ഷേ ഇതിൽ ലോ ഇല്ലെങ്കിൽ ഈ ഒരു അഗ്രിമെൻറ്റ് വെറും അഗ്രിമെൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. സോ ഡിഫൈൻ അഗ്രിമെൻ്റ് എന്ന് പറയുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 2E ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, every promise and every set promises forming the consideration for each other is an agreement. എല്ലാ പ്രോമിസസും, ഓക്കെ, ഞാനിത് ചെയ്യാം എന്നുള്ള എല്ലാ പ്രോമിസസും നമ്മൾ അഗ്രിമെൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, പ്രോമിസ് എന്ന് പറഞ്ഞാൽ എന്താ? അക്കോർഡിംഗ് ടു സെക്ഷൻ 2B, എ പ്രൊപ്പോസൽ വെൻ അക്സെപ്റ്റഡ് ബിക്കം എ പ്രോമിസ്. ഒരു പ്രൊപ്പോസൽ, ഇത് ഞാൻ നിനക്ക് തരാം, വെൻ അക്സെപ്റ്റഡ്, ഓക്കെ, ഇത് ഞാൻ വാങ്ങാം, അങ്ങനെ ചെയ്താൽ ബിക്കം എ പ്രോമിസ്. ആ ഒരു ഇടപാടിനാണ് നമ്മൾ പ്രോമിസ് എന്ന് പറയുന്നത്. ഓക്കെ, അഗ്രിമെൻറ്റ് ഈസ് ഈക്വൽ ടു ഓഫർ ഓർ പ്രൊപ്പോസൽ പ്ലസ് അക്സെപ്റ്റൻസ് ഓഫ് ഓഫർ ഓർ പ്രൊപ്പോസൽ. ഓക്കെ, ഇത് പോയിൻ്റ് ഔട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ അഗ്രിമെൻ്റ് ആൻഡ് കോൺട്രാക്റ്റ്. പെട്ടെന്ന് മനസ്സിലാക്കുക, അത്രയും സിമ്പിളായിട്ടാണ് പറയുന്നത്. അഗ്രിമെൻ്റ് എന്താണ്? എവറി പ്രോമിസിനും നമ്മൾ അഗ്രിമെൻ്റ് എന്ന് പറയും. പക്ഷേ കോൺട്രാക്റ്റ് ലോ വേണം, അവിടെ നിയമം വേണം, എന്നാൽ മാത്രമേ കോൺട്രാക്റ്റ് ആവുകയുള്ളൂ. ഓക്കെ, സ്കോപ്പ് എന്താണ്? വൈഡർ ടേമാണ്. അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ വൈഡർ ടേമാണ്. അതിലുള്ള ഒരു കുഞ്ഞു സാധനം മാത്രമാണ്, നാരോ സെൻസിലുള്ള ഒരു കാര്യം മാത്രമാണ് കോൺട്രാക്റ്റ് എന്നുള്ളത്. ഓക്കെ, അഗ്രിമെൻറ്റ് ലീഗലായിട്ടും സോഷ്യലായിട്ടും ഉണ്ടാവാം, ഇൻക്ലൂഡിങ് ബോത്ത് ലീഗൽ ആൻഡ് സോഷ്യൽ അഗ്രിമെൻറ്റ്. പക്ഷേ കോൺട്രാക്റ്റിൽ ഓൺലി ലീഗലി എൻഫോഴ്സിബിൾ അഗ്രിമെൻറ്റ്സ്. ഓക്കെ, ലീഗൽ ഒബ്ലിഗേഷൻ നോട്ട് ക്രിയേറ്റഡ് ലീഗൽ ഒബ്ലിഗേഷൻ ആണ്. അഗ്രിമെൻറ്റിൽ ലീഗൽ ഒബ്ലിഗേഷൻസ് ഇല്ല, പക്ഷേ കോൺട്രാക്റ്റിൽ നെസസറിലി ക്രിയേറ്റ്സ് എ ലീഗൽ ഒബ്ലിഗേഷൻ. ഓക്കെ, നേച്ചർ എന്താണ്? ഓൾ അഗ്രിമെൻറ്റ്സ് ആർ നോട്ട് കോൺട്രാക്റ്റ്. എല്ലാ അഗ്രിമെൻറ്റ്സും കോൺട്രാക്റ്റ് അല്ല, പക്ഷേ എല്ലാ കോൺട്രാക്ട്സും എഗ്രിമെൻ്റ് ആണ്. ഓക്കെ, എല്ലാ അഗ്രിമെൻറ്റും കോൺട്രാക്റ്റ് അല്ല എന്ന് പറയാൻ കാരണം എന്താ? അഗ്രിമെൻറ്റിൽ എപ്പോഴും ലീഗലാവണം എന്നില്ലല്ലോ. ഓക്കെ, ലീഗലായാൽ മാത്രമാണല്ലോ കോൺട്രാക്റ്റ് ആവുക. പക്ഷേ കോൺട്രാക്റ്റ് എപ്പോഴും ലീഗലായിരിക്കും, അഗ്രിമെൻറ്റും മേ ബി ലീഗലാവാം. സോ എല്ലാ കോൺട്രാക്റ്റും എല്ലാ അഗ്രിമെൻറ്റും കോൺട്രാക്റ്റ് അല്ല, എല്ലാ കോൺട്രാക്ട്സും അഗ്രിമെൻറ്റ്സ് ആണ്. ഓക്കെ, ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. 10 മാർക്ക് ക്വസ്റ്റ്യൻസിന്, എക്സേ ക്വസ്റ്റ്യൻസിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. സോ നിർബന്ധമായിട്ടും എക്സാമിനേക്ക് പഠിച്ചിട്ട് പോവുക. ഓൺ ദ ബേസിസ് ഓഫ് എൻഫോഴ്സബിലിറ്റി എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം കോൺട്രാക്റ്റിൻ്റെ സാധുത നേടിയെടുക്കാൻ ആവുന്നുണ്ടെങ്കിൽ, അതായത് നിയമപ്രകാരം നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് എൻഫോഴ്സബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ
വാലിഡ് കോൺട്രാക്റ്റ്. An agreement enforceable by law is a valid contract. It fulfills all essential criteria or elements of a contract. ഒരു കോൺട്രാക്റ്റിന് വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ എലമെൻറ്റ്സ്, എല്ലാ എസെൻഷ്യൽ എലമെൻറ്റ്സും ഫുൾഫിൽ ചെയ്യുന്ന, എൻഫോഴ്സബിൾ ബൈ ലോ മുന്നോട്ട് പോകുന്ന, നിയമപ്രകാരം മുന്നോട്ട് പോകുന്ന ഒരു അഗ്രിമെൻറ്റിനാണ് വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾ നോക്കുക. എക്സ് ഓഫേഴ്സ് ടു മാരി വൈ. വൈനെ എക്സ് മാരി ചെയ്യാമെന്ന് പറഞ്ഞു, വൈ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അത് നടക്കുകയാണെങ്കിൽ അത് വാലിഡ് കോൺട്രാക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വോയിഡ് കോൺട്രാക്റ്റ്. ആൻ അഗ്രിമെൻറ്റ് ദാറ്റ് ഡസ് നോട്ട് ഫുൾഫിൽ ഓൾ എസെൻഷ്യൽ ക്രൈറ്റീരിയ ഓഫ് എ കോൺട്രാക്റ്റ് ഇസ് എ വോയിഡ് കോൺട്രാക്റ്റ്. എല്ലാ എസെൻഷ്യൽ ക്രൈറ്റീരിയയും എസെൻഷ്യൽ എലമെൻസും ഫുൾഫിൽ ചെയ്യാത്ത ഒരു കോൺട്രാക്റ്റാണ് വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതായത് ചില സന്ദർഭങ്ങളിൽ നിയമപ്രകാരം നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു കോൺട്രാക്റ്റാണ് വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കുക. നമ്മൾ ഈ ഇങ്ങനത്തെ എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് എക്സാമ്പിൾസ് കൂടി എഴുതാൻ ശ്രദ്ധിക്കുക. ഓക്കെ, എക്സാമ്പിൾ നോക്കുക. ഞാൻ പറഞ്ഞു തരാം, ഇപ്പോൾ മനസ്സിലാവും. എൻ്റെ കപ്പൽ ജനുവരി 25 സേഫായിട്ട് പോർട്ടിൽ എത്തുകയാണെങ്കിൽ, ഇതിൻ്റെ ഒരു കണ്ടീഷനാണ്, ഇങ്ങനെ സേഫായിട്ട് എത്തുകയാണെങ്കിൽ ഞാൻ 1000 tons വീറ്റ് ഗോതമ്പ് ഞാൻ തരാം. അതിൽ ഒരു ടണ്ണിന് 500 rupees തന്നാൽ മാത്രം മതി. 500 rupees ഓരോ ടണ്ണിന് വെച്ചിട്ട് 100 tons ഗോതമ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. പക്ഷേ കണ്ടീഷൻ എന്താണ്? ജനുവരി 25 സേഫായിട്ട് പോർട്ടിൽ ആ കപ്പൽ എത്തണം. ഓക്കെ, ബട്ട് ഷിപ്പ് തീരത്ത് വന്നില്ല എങ്കിൽ ദെൻ ദാറ്റ് ദ കോൺട്രാക്റ്റ് വോയിഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നോക്കുക. ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ടോട്ടലായിട്ട് ഇവിടെ പറയുന്നുണ്ട്. സോ സിമ്പിളായിട്ട് പഠിക്കാൻ ഇവിടെ നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് വോയിഡബിൾ കോൺട്രാക്റ്റ്. നമ്മളിപ്പോൾ വാലിഡ് കോൺട്രാക്റ്റ് പറഞ്ഞു, വോയിഡ് കോൺട്രാക്റ്റ് പറഞ്ഞു. നെക്സ്റ്റ് വോയിഡബിൾ കോൺട്രാക്റ്റ്. വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ വോയിഡബിൾ കോൺട്രാക്റ്റ് ഈസ് വൺ വിച്ച് ഈസ് എൻഫോഴ്സബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് വൺ ഓഫ് ദ പാർട്ടീസ് ഓഫ് ദ കോൺട്രാക്റ്റ്. ഇവിടെ വോയിഡബിൾ കോൺട്രാക്റ്റിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു പാർട്ടിനെ ഭീഷണിപ്പെടുത്തിയോ മറ്റോ ആയിട്ട് നിർബന്ധിച്ചിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തിയതാണെങ്കിൽ ഇത് വോയിഡബിൾ കോൺട്രാക്റ്റാണ്. അതായത് നീ ഇത് എൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നു കളയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തിയതാണെങ്കിൽ അതിന് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ വോയിഡ് കോൺട്രാക്റ്റ് ആൻഡ് വോയിഡബിൾ കോൺട്രാക്റ്റ്. ഈ ഡിഫറൻസൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. സോ ഡിഫറൻസൊക്കെ നോക്കിയിട്ട് പോവാം കേട്ടോ, എക്സാമിന് പഠിച്ചിട്ട് തന്നെ പോവാം. ഓക്കെ, വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ദാറ്റ് സീസസ് ടു ബി എൻഫോഴ്സബിൾ ബൈ ലോ ബിക്കം വോയിഡ്. നിയമപരമായിട്ട് നടപ്പാക്കാൻ കഴിയാത്തതാണ് വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. കാരണം അതിൽ എസെൻഷ്യൽ എലമെൻറ്റ്സ്, കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. വോയിഡബിൾ കോൺട്രാക്റ്റ് എന്താണ്? വിച്ച് ഈസ് എൻഫോഴ്സബിൾ ബൈ ലോ അറ്റ് ദ ഓപ്ഷൻ ഓഫ് വൺ ഓർ മോർ ഓഫ് ദ പാർട്ടീസ് ദർ ടു ബട്ട് നോട്ട് ദ ഓപ്ഷൻ ഓഫ് ദ അതർ ഓർ അതേഴ്സ് ഇൻ എ വോയിഡബിൾ കോൺട്രാക്റ്റ്. വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരാൾ ഭീഷണിപ്പെടുത്തിയിട്ടാണല്ലേ കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. സോ ആ ഒരു ആൾക്കുള്ള ഓപ്ഷനാണ് വോയിഡബിൾ കോൺട്രാക്റ്റിൽ ഉണ്ടാവുക. അത് നടപ്പാവണോ നടപ്പാവണ്ടേ എന്നുള്ളത്. ഓക്കെ, എ വോയിഡ് കോൺട്രാക്റ്റ് കനോട്ട് ബി എൻഫോഴ്സ്ഡ് അറ്റ് ആൾ. എൻഫോഴ്സ്ഡ് അല്ല, നിയമപരമായിട്ട് ഉള്ളതല്ല വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എൻഫോഴ്സബിൾ ഓൺലി അറ്റ് ദ ഓപ്ഷൻ ഓഫ് അഗ്രീവ്ഡ് പാർട്ടി. അഗ്രീവ്ഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാണ്? ആ നിർബന്ധിച്ചിട്ട് ആരെയാണോ കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് ആ ഒരു പാർട്ടീനെയാണ് അഗ്രീവ്ഡ് പാർട്ടി എന്ന് പറയുന്നത്. അയാളുടെ ഓപ്ഷൻ അനുസരിച്ചാണ് ഈ ഒരു കോൺട്രാക്റ്റ് മുന്നോട്ട് പോവുക. ഓക്കെ, വോയിഡ് കോൺട്രാക്റ്റ്. എ കോൺട്രാക്റ്റ് ബിക്കം വോയിഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ലോ ഓർ ചേഞ്ച് ഇൻ സർക്കംസ്റ്റാൻസസ്. ലോയിൽ ചേഞ്ച് വരിക, സർക്കംസ്റ്റാൻസസിൽ ചേഞ്ച് വരിക ചെയ്യുന്ന സമയത്താണ്
ഒരു കോൺട്രാക്റ്റ് വോയിഡ് ആവുന്നത്. ഓക്കെ, എ കോൺട്രാക്റ്റ് ബിക്കംസ് എ വോയിഡബിൾ കോൺട്രാക്റ്റ് ഇഫ് ദ കൺസെൻറ്റ് ഓഫ് എ പാർട്ടി വാസ് നോട്ട് ഫ്രീ. ഓക്കെ, നെക്സ്റ്റ് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ്. എ വോയിഡ് കോൺട്രാക്റ്റ് കനോട്ട് ബി പെർഫോംഡ്. വോയിഡ് കോൺട്രാക്റ്റ് പെർഫോം ചെയ്യില്ല. പക്ഷേ വോയിഡബിൾ കോൺട്രാക്റ്റ് അഗ്രീവ്ഡ് പാർട്ടി അഗ്രി ചെയ്യുകയാണെങ്കിൽ, അഗ്രീവ്ഡ് പാർട്ടി നിർബന്ധിക്കപ്പെട്ട പാർട്ടി അഗ്രി ചെയ്യുകയാണെങ്കിൽ അവിടെ പെർഫോം ചെയ്യാം. റൈറ്റ്സ്. എ വോയിഡ് കോൺട്രാക്റ്റ് ഡസ് നോട്ട് ഗ്രാൻഡ് എനി ലീഗൽ റെമഡി ടു എനി പാർട്ടി. ഇതിനൊരു ലീഗൽ റെമഡി ഇല്ല വോയിഡ് കോൺട്രാക്റ്റിന്. ബട്ട് ഇൻ കേസ് ഓഫ് വോയിഡബിൾ കോൺട്രാക്റ്റിന് ഇഫ് നമ്മളെ ഈ അഗ്രീവ്ഡ് പാർട്ടി സമ്മതിക്കുകയാണെങ്കിൽ ഇത് നടപ്പിലാക്കാം. ഇനി സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഇത് വോയിഡ് കോൺട്രാക്റ്റ് ആയിരിക്കും. സമ്മതിച്ചാൽ ഇത് വാലിഡ് കോൺട്രാക്റ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇത് ഓൺ ദ ബേസിസ് ഓഫ് എൻഫോഴ്സിബിലിറ്റിയിൽ തന്നെ വരുന്ന നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ആണ് ഇല്ലീഗൽ അഗ്രിമെൻറ്റ്. ആൻ അഗ്രിമെൻറ്റ് വിച്ച് ഈസ് ക്രിമിനൽ ഇൻ ലോ ഓർ വിച്ച് ഈസ് ഇമ്മോറൽ ഓർ അഗെയിൻസ്റ്റ് പബ്ലിക് പോളിസി. ലോക്കോ അല്ലെങ്കിൽ നമ്മുടെ ലോൻ്റെ പോളിസിക്കോ എതിരായിട്ടുള്ള ഒന്നാണെങ്കിൽ അത് ഇല്ലീഗൽ അഗ്രിമെൻ്റ് ആണ്. അതായത് വെള്ളിമൂങ്ങനെ വിൽക്കുക. എക്സാമ്പിൾ, എ കോൺട്രാക്ട് ടു സെൽ ബേൺ ഓൾ സിൽവർ ഓൾ. ഓക്കെ, അത് ലീഗലായിട്ട് നമ്മുടെ നാട്ടിൽ പറ്റാത്തതാണ്. അങ്ങനെ നടത്തുന്നത് ഇല്ലീഗൽ അഗ്രിമെൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? ദീസ് ആർ നോട്ട് എൻഫോഴ്സിബിൾ ഇൻ എ കോർട്ട് ഡ്യൂ ടു സെർട്ടൈൻ ടെക്നിക്കൽ ഡിഫിഷ്യൻസീസ്. സം ടെക്നിക്കൽ ഡിഫക്ട്സ് കാരണം അൺഎൻഫോഴ്സിബിൾ ആയിട്ടുള്ള കോൺട്രാക്ട്സ്, അതായത് കോർട്ടിൽ എൻഫോഴ്സിബിൾ അല്ലാത്ത കോൺട്രാക്റ്റ് സച്ച് ആസ് ആബ്സെൻസ് ഓഫ് എവിഡൻസ്, പ്രൂഫ് കൊണ്ടുവരാൻ കഴിയാതിരിക്കുക, ലീഗൽ റിക്വയർമെൻറ്റ്സ് ഒന്നും എത്തിക്കാൻ കഴിയാത്ത ഒരു കോൺട്രാക്റ്റ്. ഓക്കെ, സച്ച് ആസ് ഓറൽ കോൺട്രാക്റ്റ് ബിയോണ്ട് ദ ലിമിറ്റേഷൻ പീരീഡ്. അതായത് ഓറൽ കോൺട്രാക്റ്റിൽ നമ്മൾ റിട്ടേൺ ആയിട്ട് ഒരു കോൺട്രാക്റ്റ് നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു പ്രൂഫ് ഇല്ലല്ലോ. സോ അങ്ങനെ സംഭവിച്ചിട്ടില്ല, അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ അത് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് ആണ്. കോൺട്രാക്റ്റ് ബിയോണ്ട് ദ ലിമിറ്റേഷൻ ഓഫ് പീരീഡ്, നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓർ റിട്ടേൺ കോൺട്രാക്റ്റ് ലാക്കിങ് ദ റിക്വയർഡ് റവന്യൂ സ്റ്റാമ്പ്, റിക്വയർഡ് ആയിട്ടുള്ള സ്റ്റാമ്പ് ഇല്ലാത്ത റിട്ടേൺ കോൺട്രാക്റ്റ് ആണ് എങ്കിൽ, ഈ ഒരു കാരണം കൊണ്ടൊക്കെ ഈ എൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് കോർട്ടിൻ്റെ അടുത്ത് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റായി മാറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഓൺ ദി ബേസിസ് ഓഫ് ഫോർമേഷൻ. എക്സ്പ്രസ് കോൺട്രാക്റ്റ്. വെൻ എ പാർട്ടി എൻ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ് എയ്തർ ഓറലി ഓർ ഇൻ റൈറ്റിംഗ്. എക്സ്പ്രസ് കോൺട്രാക്റ്റ് പറഞ്ഞാൽ നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിരിക്കുന്നുള്ളത് ഓറലിയോ എഴുതിയിട്ടോ, നമ്മൾ സംസാരിച്ചിട്ടോ എഴുതിയിട്ടോ എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു കോൺട്രാക്റ്റിനാണ് എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അത് എക്സാമ്പിൾ നോക്കാം. അനിൽ അഗ്രീസ് ടു സെൽ ഹിസ് മോട്ടോർ ബൈക്ക് ടു യു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അനിൽ തൻ്റെ മോട്ടോർ ബൈക്ക് സെല് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ₹10,000. എഗ്രിമെൻറ്റ് ഈസ് റിട്ടേൺ ആസ് എ സെയിൽ ഡോക്യുമെൻറ്റ് പോലെ റിട്ടേൺ ആയിട്ടാണ് എഗ്രിമെൻറ്റ് ഉള്ളത് എങ്കിൽ ഇത് എക്സ്പ്രസ് കോൺട്രാക്റ്റ് ആണ്. നെക്സ്റ്റ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്. എ ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് എ പാർട്ടി വിൽ ലീഡ് ടു എ ഇൻഫറൻസ് ദാറ്റ് ദേ ഇൻറ്റൻഡഡ് ടു എൻ്റർ ഇൻ ടു കോൺട്രാക്റ്റ്. അതായത് ഒരു പാർട്ടീൻ്റെ ബിഹേവിയറോ ആറ്റിറ്റ്യൂഡോ കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ത്, ഈ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ അവർക്ക് ഒരു ഇൻറ്റൻഷൻ ഉണ്ട് എന്നുള്ളത്. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ബസ്സിൽ കയറിയിരിക്കുകയാണ്. അവിടെ നമ്മൾ ബസ്സിൽ കയറിയിരിക്കുന്നത് ഈ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയും ഞാൻ നിനക്ക് അതിന് ഈ പൈസ നൽകുന്നു എന്ന ആ ഒരു എഗ്രിമെൻറ്റോട് കൂടിയല്ലല്ലോ കയറുന്നത്. പക്ഷേ അങ്ങനെ ഒരു പറച്ചിലോ അങ്ങനെ ഒരു റിട്ടേൺ ഫോമിലോ ഒരു എഗ്രിമെൻ്റ് ഇല്ലാതാണ് നമ്മൾ ബസ്സിൽ കയറുന്നത്. സോ ആ ഒരു വ്യക്തിയുടെ നമ്മുടെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡും കൊണ്ട് ആ ഒരു കണ്ടക്ടർക്ക് മനസ്സിലാവും ഇയാളൊരു
കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ നിൽക്കുകയാണെന്നുള്ളത്. അതായത് നമ്മൾ ബസ്സിൽ കയറിയിട്ട് ടിക്കറ്റിന് പൈസ കൊടുക്കുമല്ലോ. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. നെക്സ്റ്റ്, ടാസിറ്റ് കോൺട്രാക്റ്റ്. ടാസിറ്റ് കോൺട്രാക്ട് ഈസ് വൺ വിച്ച് ഈസ് ഇൻഫേർഡ് ഫ്രം ദ കോണ്ടക്ട് ഓഫ് ദ പാർട്ടീസ്. ഇപ്പോൾ ആ ഒരു പാർട്ടിയിലൂടെ, ഓപ്പോസിറ്റ് പാർട്ടിയിലൂടെ നമുക്കത് മനസ്സിലാകും. അതായത് എക്സാമ്പിൾ നോക്കുക, വിത്ത്ഡ്രോയിങ് ക്യാഷ് ത്രൂ ATM ക്യാഷ് എടുക്കുക, പിൻകോഡ് അടിക്കുകയും അത് വിത്ത്ഡ്രോ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബാങ്കിന് മനസ്സിലാകും ഇയാൾ ഇതിൽ നിന്നും ക്യാഷ് പിൻവലിക്കുക എന്നുള്ളത്. അവിടെയും ഒരു റിട്ടേണോ ഓറലോ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ്, ഓൺ ദ ബേസിസ് ഓഫ് പെർഫോമൻസ്. എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ എ കോൺട്രാക്ട് ഹാസ് ബീൻ കംപ്ലീറ്റ്ലി പെർഫോംഡ്. ഒരു കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്. അതാണ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ കോൺട്രാക്റ്റിനാണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, എക്സിക്യൂട്ടറി കോൺട്രാക്റ്റിൽ കോൺട്രാക്റ്റ് ഈസ് നോട്ട് യെറ്റ് കംപ്ലീറ്റഡ്. ഇപ്പോൾ അത് കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. എയ്തർ ഓർ ദ പാർട്ടീസ് യെറ്റ് ടു ഹാവ് പെർഫോം ദെയർ ഒബ്ലിഗേഷൻ. അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും. ഓക്കെ, എക്സാമ്പിൾ നോക്കുക, എ ബിക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. ബി അത് എഗ്രി ചെയ്യുകയും ചെയ്തു. പക്ഷേ ബി അതിന് കൺസിഡറേഷൻ പേയ്മെൻറ്റ് നൽകാമെന്നും പറഞ്ഞു. ഇതാണ് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്. ഇവിടെ കോൺട്രാക്റ്റ് നടപ്പിലാക്കിയിട്ടില്ല. ഓക്കെ, ഇവിടെ പെർഫോമൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതിനാണ് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എക്സിക്യൂട്ടറി കോൺട്രാക്ട്സ് 2 ടൈപ്സ് ഉണ്ട്. യൂണിലാറ്ററൽ കോൺട്രാക്റ്റ്. യൂണി എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ എന്നുള്ള അർത്ഥമാണ് അല്ലേ. ഒരു പാർട്ടി മാത്രമേ തൻ്റെ പ്രോമിസ് നടപ്പിലാക്കാൻ ബാക്കി ഉണ്ടാവുള്ളൂ. വൺ സൈഡഡ് കോൺട്രാക്റ്റാണ്. അതായത് ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, ഒരാൾ തൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് തൻ്റെ ലഗേജ് നഷ്ടപ്പെട്ടു. അപ്പോൾ അവിടുന്ന് അനൗൺസ് ചെയ്യാണ്, എൻ്റെ ലഗേജ് കണ്ടെത്തി തിരിച്ചേൽപ്പിക്കുന്ന ആൾക്ക് ₹1000 ഓഫർ ചെയ്യാണ്. അപ്പോൾ ഒരാൾ ലഗേജ് കണ്ടുപിടിച്ചു. പക്ഷേ വൺ പാർട്ടി അത് നടപ്പിലാക്കി, ഇവർ പേയ്മെൻറ്റ് ചെയ്തില്ല എങ്കിൽ ഇവിടെ നടക്കുന്നത് യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് ആണ്. ഓക്കെ, ബൈലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ബൈലാറ്ററൽ കോൺട്രാക്റ്റ് ഈസ് വൺ ഇൻ വിച്ച് ബോത്ത് ദ പാർട്ടീസ് ഹാവ് ടു പെർഫോം. ഇവിടെ 2 പേർക്കും തൻ്റെ പ്രോമിസ് നടപ്പിലാക്കാൻ ബാക്കിയുണ്ടാവും. സോ അതിനാണ് ബൈലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? കോൺട്രാക്റ്റ് എന്താണെന്ന് പറഞ്ഞു. അഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ആണ്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എത്രയാണ്? 1872 ആണ്. ഡീറ്റെയിൽസ് റിലേറ്റിംഗ് ടു കോൺട്രാക്റ്റ് ഇൻ ഇന്ത്യയിലുള്ള കോൺട്രാക്ട്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ആണ്, 1872. പിന്നെ അഗ്രിമെൻറ്റ് എന്താണെന്ന് പറഞ്ഞു, പ്രോമിസ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ കോൺട്രാക്റ്റിൻ്റെ ടൈപ്സ്, വാലിഡ് കോൺട്രാക്റ്റ് എന്താണെന്നും. ഓക്കെ, ടൈപ്സ് നമ്മൾ പറഞ്ഞു ഓൺ ദി ബേസിസ് ഓഫ് എൻഫോഴ്സിബിൾ, ഓൺ ദി ബേസിസ് ഓഫ് ഫോർമേഷൻ, ഓൺ ദി ബേസിസ് ഓഫ് പെർഫോമൻസ് ഒക്കെ പറഞ്ഞു അല്ലേ. സോ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, പഠിച്ചു വെക്കുക. ഇനിയിപ്പോൾ ഇംപ്ലീഡ് കോൺട്രാക്റ്റ് അതായത് അത് ഓൺ ദി ബേസിസ് ഓഫ് ഫോർമേഷനിലുള്ളതാണല്ലേ. അത് എന്താണെന്ന് മാത്രം ചോദിക്കാനും ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ ടേംസൊക്കെ പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ എന്താണ് ടോട്ടലായിട്ട് പറഞ്ഞത് എന്ന് നോക്കാം. മെർക്കൻറ്റൈൽ ലോ വിച്ച് ഈസ് അപ്ലിക്കബിൾ ടു ഓർ കൺസേൺ with trade and commerce in connection with various mercantile or business transactions. It is a part of civil law. സിവിൽ ലോൻ്റെ പാർട്ടാണ്. ലീഗൽ ഫ്രെയിംവർക്ക് ഫോം ചെയ്യുന്നത് ഇവരാണ്. ഇറ്റ് മാനേജ് ബിസിനസ് ഓപ്പറേഷൻസ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ മെർക്കൻറ്റൈൽ ലോയിലുള്ള സകല പ്രിൻസിപ്പിൾസും ഇംഗ്ലീഷ് മെർക്കൻറ്റൈൽ ലോന്നും അഡാപ്റ്റ് ചെയ്തതാണെന്നുള്ളത്. പിന്നെ സോഷ്യൽ എക്കണോമിക് കണ്ടീഷൻസിനോട് മാച്ച് ആവുന്ന രീതിയിൽ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. നെക്സ്റ്റ്, കോൺട്രാക്റ്റ് എന്താണെന്നുള്ളത്
കോൺട്രാക്റ്റ് എന്താണെന്നുള്ളത് പറയുകയാണെങ്കിൽ ഒരു ലീഗൽ എഗ്രിമെൻ്റ് ആണ്, സിംപ്ലി പറയുകയാണെങ്കിൽ. പക്ഷേ ഡെഫിനേഷനൊക്കെ ചോദിക്കുന്ന സമയത്ത് മാർക്ക് വെക്കാൻ, പെട്ടെന്ന് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ശരിക്കും നമുക്ക് ഈ ഒരു സെക്ഷൻസ് എഴുതുന്നതിലൂടെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വാലുവേറ്ററെ കണ്ണിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവരൊക്കെ എല്ലാം അറിയുന്നതാണ് എന്നുള്ളൊരു ചിന്ത വന്നാൽ തന്നെ ബാക്കിയുള്ള എല്ലാ ആൻസേഴ്സിനും നമുക്ക് മാർക്ക് വീണോളും. ഓക്കെ, അക്കോർഡിംഗ് ടു സെക്ഷൻ 2H ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 an agreement enforceable by law is a contract. പിന്നെ അഗ്രിമെൻ്റ് എന്താണെന്നുള്ളതും അതും സെക്ഷൻ ഓർത്ത് വെക്കുക. 2E ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. Every promise and every set promises forming the consideration of each other is an agreement. ഓക്കെ, പിന്നെ അഗ്രിമെൻറ്റിന് ശേഷം നമ്മൾ എന്താണ് പ്രോമിസ് എന്നുള്ളത് കൂടി പഠിച്ചിരുന്നു. അത് ശ്രദ്ധിക്കാം, ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക, പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സ് പറഞ്ഞു. ഓൺ ദ ബേസിസ് ഓഫ് എൻഫോഴ്സബിലിറ്റി, ഓൺ ദ ബേസിസ് ഓഫ് ഫോർമേഷൻ, ഓൺ ദ ബേസിസ് ഓഫ് പെർഫോമൻസ്. ഓൺ ദ ബേസിസ് ഓഫ് എൻഫോഴ്സബിലിറ്റിയിൽ വാലിഡ് കോൺട്രാക്റ്റ്, അതായത് നമ്മുടെ സാധാ വാലിഡ് ആയിട്ടുള്ള ലീഗലായിട്ടുള്ള കോൺട്രാക്റ്റാണ് വാലിഡ് കോൺട്രാക്റ്റ്. വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ലോസ് ഒന്നും പാലിക്കാത്ത കോൺട്രാക്റ്റ്, അസാധുവായിട്ടുള്ള കോൺട്രാക്റ്റാണ്. വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ വോയിഡ് ആവാൻ ചാൻസ് ഉള്ള കോൺട്രാക്റ്റാണ്. ഇല്ലീഗൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ലോനോട് എതിരായിട്ടുള്ള, നമ്മുടെ ലോയോ അല്ലെങ്കിൽ ലോൻ്റെ പോളിസിക്കോ എതിരായിട്ടുള്ള എഗ്രിമെൻ്റാണ് ഇല്ലീഗൽ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അൺഎൻഫോഴ്സബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ കോർട്ടിൻ്റെ അടുത്ത് എൻഫോഴ്സബിൾ അല്ലാത്ത, അതായത് പ്രൂഫ് കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ അത് കോർട്ടിൻ്റെ അടുത്ത് അൺഎൻഫോഴ്സബിൾ കോൺട്രാക്റ്റ് ആയിരിക്കും. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് ഫോർമേഷൻ, ഫോർമേഷൻ്റെ കേസിൽ എക്സ്പ്രസ് കോൺട്രാക്റ്റ് ഉണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ഫോർമേഷൻ, ഫോർമേഷൻ്റെ കേസിൽ ഫോം ചെയ്യുന്ന സമയത്ത് എക്സ്പ്രസ് ചെയ്തുകൊണ്ട്, റിട്ടൺ ഫോമിലോ ഓറലായിട്ടോ എക്സ്പ്രസ് ചെയ്തുകൊണ്ടുള്ള കോൺട്രാക്റ്റ് ഉണ്ടാവും, അതാണ് എക്സ്പ്രസ് കോൺട്രാക്റ്റ്. നെക്സ്റ്റ് ഇംപ്ലോയിഡ് കോൺട്രാക്റ്റ്, അത് നമ്മൾ മനസ്സിലാക്കണം, ആറ്റിറ്റ്യൂഡ് കൊണ്ടോ ബിഹേവിയർ കൊണ്ടോ മനസ്സിലാക്കണം. നെക്സ്റ്റ് ടാക്സി കോൺട്രാക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് പെർഫോമൻസ്. ഫസ്റ്റ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്, ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള കോൺട്രാക്റ്റിനാണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് അല്ല, സോ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറയും. അതിൽ പെടുന്നതാണ് യൂണിലാറ്ററൽ കോൺട്രാക്റ്റും ബൈലാറ്ററൽ കോൺട്രാക്റ്റും. യൂണിലാറ്ററൽ കോൺട്രാക്റ്റിൽ അവിടെ 2 പാർട്ടീസിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇനി ആ ഒരു അഗ്രിമെൻറ്റ് കംപ്ലീറ്റ് ആക്കാനുണ്ടാവുള്ളൂ, ആ ഒരു പെർഫോമൻസ് കംപ്ലീറ്റ് ആക്കാനുണ്ടാവുള്ളൂ. ബൈലാറ്ററൽ 2 പേർക്കും കോൺട്രാക്റ്റുള്ള ആ ഒരു പെർഫോമൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? സോ നല്ല രീതിയിൽ പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.